എന്തോ എല്ലാരും കൂടെ പരിപാടി? ചേട്ടാ ഞങ്ങളുണ്ടാക്കിയ കുതിര എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പറായിട്ടുണ്ട്. വേറെ ആരും നിങ്ങളെ സഹായിച്ചിട്ടില്ല? ഇല്ല, കണ്ട് പറഞ്ഞു തന്ന് കേട്ട് പഠിച്ചു. നമസ്കാരം, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് ഇന്ന് പൊക്കത്തിൽ കയറി നിൽക്കുന്നത് കേട്ടോ. ഇവരെല്ലാരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള കെട്ടുകുതിരയാണിത്. സാധാരണ കുതിര നിർമ്മിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് വേണം. പക്ഷേ ഇവര് വലിയ കുതിര, ഇവിടെ പുതുക്കുണ്ടം കുതിര പണിയും തൊട്ടടുത്ത് തന്നെ, അത് കണ്ട് പഠിച്ച് ഈ മക്കളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് നിർമ്മിച്ചുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള കുതിരയാണിത്. നമ്മളിവിടെ ഓണാട്ടുകരയാണ്. ഓണാട്ടുകരയിൽ കൊച്ചുകുട്ടിക്ക് പോലും കുതിര നിർമ്മാണത്തിൽ അഗ്രഗണ്യന്മാരാണ്. അപ്പോൾ ഇവര് നാട്ടിൽ പിരിവൊക്കെ എടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു കുതിരയുടെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി പുതുക്കുണ്ടം വലിയ കുതിര നിർമ്മിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഇത് നമ്മൾ ഏത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നേ? വാതുക്കൊയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് വിഷുവിന് കാഴ്ചവെക്കാനായിട്ടുള്ള നല്ലൊരു കുതിരയാണ് കേട്ടോ. അപ്പം ഇവർ കുറേ അധികം ആൾക്കാരുണ്ട്. എല്ലാവരും ഓരോ ഭാഗം ക്ലിയർ ചെയ്തു. ഇപ്പം ഇവരുടെ ഫിനിഷിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വലിയ കുതിര എങ്ങനെയാണോ പണിയുന്നത് ആ രീതിയിൽ തന്നെ അവർ മനോഹരമാക്കി അതിൻ്റെ പ്രബട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടാണ് ഈ കുതിര നിർമ്മിച്ചിരിക്കുന്നത്. അംഗീകരിച്ചു കൊടുക്കണം കേട്ടോ. അടിപൊളി, സൂപ്പർ. എത്ര പേരുണ്ട് മൊത്തത്തിൽ ചെയ്യാൻ വേണ്ടി? ഞങ്ങളൊരു 10-15 പേര്. 10-15 പേര്. ഇത് എങ്ങനെയാണ് ഇതിനൊരു ഐഡിയ കിട്ടിയത് ചെയ്യാൻ വേണ്ടി? സാധാരണ ഇത് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വേണം അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് എങ്ങനെയാണ്? ഞങ്ങള് വലിയ കുതിര കെട്ടുന്ന കണ്ട് പഠിച്ചു. പുതുക്കുണ്ടം വലിയകുളങ്ങര ക്ഷേത്രത്തിലേക്കുള്ള പുതുക്കുണ്ടം വലിയ കുതിര അല്ലേ? അത് കണ്ട് പഠിച്ചു. വേറെ ആരും നിങ്ങളെ സഹായിച്ചിട്ടില്ല? ഇല്ല, കണ്ട് പറഞ്ഞു തന്ന് കേട്ട് പഠിച്ചു. ആദ്യത്തെ വർഷമാണോ ചെയ്യുന്നത്? ഇത് ആദ്യമായിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആണോ? നിങ്ങൾ എല്ലാ വർഷവും ഇത്ര ആൾക്കാർ ചേർന്നാ ചെയ്യുന്നത്? അപ്പൊ ഇതിന്റെ മെയിൻ ആശാരി ആരാ? സിദ്ധാർത്ഥ്. അവരുന്നാളാണോ? നീ കയറിക്കാൻ നോക്കട്ടെ, ചോദിക്കട്ടെ. എന്തോ മെയിൻ ആശാരിയുടെ പേര്? സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് എത്രല്ല പഠിക്കുന്നേ? കാർമൽ കോളേജിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പം ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയത് വലിയ കുതിര കിട്ടുന്ന കണ്ടോണ്ടാ ഐഡിയ കിട്ടിയ അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും പരസ്പരം എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയാം. അപ്പൊ അങ്ങനെ എല്ലാരും കൂടെ ചേർന്ന് ചെയ്യാന്ന് കരുതി. ഇതിന്റെ സാധനങ്ങളൊക്കെ എവിടുന്നാ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചെയ്യാനായിട്ടുള്ള? ആരെങ്കിലും സ്പോൺസർ ചെയ്തോ? സ്പോൺസറും ഉണ്ട്. അല്ല, നമ്മള് പിരിവെടുത്തിട്ടുണ്ടോ? ഈ നമ്മുടെ വലിയ ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ച കൊണ്ടുവന്ന് തന്നെ നിങ്ങൾ പിരിവെടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടി വന്നു ഇത് ചെയ്യാൻ വേണ്ടി? 4 ആഴ്ച വേണ്ടി വന്നു. വീലൊക്കെ കട്ടെടുത്ത് നിങ്ങൾ തന്നെയാണോ? ഞങ്ങള് ഇത് 3 വർഷം കൊണ്ടുള്ള വീല. 3 വർഷം കൊണ്ടുള്ള വീല. അപ്പൊ നിങ്ങൾ 3 വർഷം കൊണ്ട് കണ്ടിന്യൂസ് ചെയ്യുന്ന ആൾക്കാരായത് അല്ലേ? അതുപോലെ ഇതിന്റെ അലങ്കാര കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നോ? സ്പോൺസേഴ്സും ഉണ്ട്. പിന്നെ ഞങ്ങള് പിരിവിന് ഇറങ്ങി. എത്ര രൂപ കിട്ടി? 7,000 രൂപ. 7,000 രൂപ കിട്ടി. ഇതെല്ലാം കൂടെ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ട് മൊത്തത്തില്? മൊത്തം 10,000-15,000 രൂപ. 10,000 രൂപ എടുത്ത് ചെലവ് വന്നിട്ടുണ്ടല്ലേ? പക്ഷെ കൂടെ വേറെ കുറെ ആൾക്കാരെ നിർത്തി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഇതിലും മൂളിപ്പോ അല്ലേ? ഓക്കെ. നമ്മുടെ പുതുക്കുണ്ട കുതിരയില്ലേ, അതേ രീതിയിൽ തന്നെ അതേ മാതൃക തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അല്ലേ? മുകളിൽ 2 പേരുണ്ട്. അവർ അലങ്കാര പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി കുതിരയാണ് കേട്ടോ. ഇത് എന്നാ കൊണ്ടുവന്നത്? നാളെയാണോ? നാളെ വിഷുവിന്. വിഷു കുതിരയാണല്ലേ? പട തന്നെ ഉണ്ടല്ലോ. ഇവരൊക്കെ ഉണ്ട് ഇതിനകത്തല്ലേ? കാർത്തി എത്രല്ല പഠിക്കുന്നത്? കാർത്തി കുതിരയുടെ എന്തോ ചെയ്തേ? എല്ലാരും എല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും കാർത്തി മെയിൻ ആയിട്ടും ചെയ്തെന്തോ അലങ്കാരമൊക്കെ ആണോ? പ്രബട ചെയ്തിരിക്കുന്നുണ്ടോ? അത് ഫ്ലെക്സിലായി ഇവര് പ്രബടയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മുകളിൽ എന്തോ പരിപാടി? അലങ്കാരം. മുകളിൽ 2 പേര് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവരുടെ കുതിര എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ലൈക്കും കമന്റും ഷെയറും കൊടുക്കണം. ഈ മക്കളുടെ കഴിവാണ്. മാത്രമല്ല നമ്മുടെ ക്ഷേത്രത്തിലേക്ക് തൊട്ടടുത്ത ദിവസം വിഷുവിന് കാഴ്ചവെക്കാനുള്ള ഒരു മനോഹരമായിട്ടുള്ള കുതിരയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. കുറേയേറെ വർഷക്കാലമായിട്ട് ഈ വിഷുദിനത്തിൽ ഇവർ കാഴ്ചവെക്കുന്ന ഒരു കുതിരയാണ്. അവർ തന്നെ നിർമ്മിക്കുന്ന കുതിരയാണ്. ആരുടെയും സഹായമില്ലാതെ അവർ വളരെ മനോഹരമായിട്ടാണ് ഈ കുതിര നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും സന്തോഷം. ഇവരുടെ കുതിര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് ഇവരുടെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ടാറ്റ.